സുഹൈലാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് ചിരങ്ങ മസാലക്കറി. ചിരങ്ങയായിട്ട് എങ്ങനെ മസാലക്കറി ഉണ്ടാക്കാൻ നോക്കാം. ഇത് എൻ്റെ വീട്ടിലുണ്ടാക്കിയ ചിരങ്ങയാണ്. എൻ്റെ ഉമ്മ കൃഷി ഉണ്ടാക്കിയ ചിരങ്ങട്ടാ. സിമ്പിളായിട്ട് നമ്മളിങ്ങനെ മസാലക്കറി ചിരങ്ങയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിലേക്ക് ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാ. ആട്ടായി കഴിഞ്ഞാൽ കുറച്ച് കടുകിടാം. കടുകാണ് പൊട്ടട്ടാ. കരിവേപ്പിൻ്റെ ഇല ഇട്ടാ. ഇതും വീട്ടിലുണ്ടായതാണ്. കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതേപോലെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കട്ടോ. വാടി വരട്ടെ കഴിഞ്ഞാൽ നമ്മളിന്ന് 2 ഉള്ളി ഇട്ട് കൊടുക്കട്ടോ. 2 ഉള്ളി ഇടുമ്പോൾ അതിക്ക് തന്നെ 1 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് വാടിക്കോളും. നല്ല വാട്ടിയെടുക്കട്ടോ. ഇതൊരു 2-3 മിനിറ്റ് അടച്ചുകാണ്ട് വേവിച്ചേട്ടോ. പെട്ടെന്ന് വെന്തോളും. തുറന്ന് നോക്കട്ടോ. കുറച്ചും പാടാവണം. അടച്ച് വേവിച്ച് ഏകദേശം ഒന്ന് വാടിക്കണ്ട. 2 തക്കാളി ഇതെല്ലാം പാടെ നല്ല മിക്സ് ആക്കിയിട്ട് തക്കാളി ഒന്ന് വാടി വരട്ടെ. ഒന്ന് മൂടിക്കാണ്ട് വേവിച്ചേട്ടോ. നമ്മളൊന്ന് തുറക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ കഷ്ടത്തിലാക്കി ചിരങ്ങ തീ ഇട്ട് കൊടുക്കട്ടോ. മൂടിക്കാണ്ട് ഒന്ന് വേവിച്ചാൽ ഒന്നെന്ത് തരും, ഒന്ന് സ്പേസ് കിട്ടും. നമ്മൾ ഇട്ടാ വാക്കെടുക്കട്ടെ. നമ്മൾ ഒന്ന് മൂടി തുറന്നുകാണ്ട് ഒന്ന് നോക്കുമ്പോൾ കുറച്ച് ഇതായിക്കട്ടെ. അപ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ. ഒന്ന് ഇളക്കി കൊടുക്കാം. അത് നമ്മൾ പാത്രത്തിൻകാടി സാധനം ഉണ്ടായതുകൊണ്ടാണ് ഒരു മുസ്കിൽ വന്നത്. ഇനി എന്ത് ചെയ്യുക, ഇതേമാർക്ക് ഒരു 2 മിനിറ്റും പാടന്ന് മൂടിയിട്ട് വേവിച്ചട്ടോ. അങ്ങനെ നമ്മൾ മൂടി തുറക്കുക. ഒന്ന് മറിച്ചിട്ട് വേവിച്ചാൽ ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാ. കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല മിക്സ് ചെയ്യട്ടാ. ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോൾ ഇതൊന്ന് ഒരു 3 മിനിറ്റ് അടച്ച് വേവിച്ചട്ടാ. ചോറിനൊക്കെ പറ്റ് കൂട്ടാനാണ് കറിയാണ് മസാലക്കറി ഇട്ടാ. അപ്പോൾ നമ്മൾ മസാലക്കറി ഇവിടെ റെഡി ആക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.